പ്ലസ് ടു ഫിസിക്സിലെ ചാപ്റ്റർ 7 ആൾട്ടർനേറ്റിംഗ് കറണ്ട്. എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ എ സി കറണ്ട് എന്ന് നമുക്ക് നോക്കാം. An electric current whose magnitude changes with time and direction reverses periodically is called alternating current or AC. ടൈമിനനുസരിച്ച് മാഗ്നിറ്റ്യൂഡിന് ചേഞ്ച് ഉണ്ടാകുന്ന കറണ്ടാണ് എ സി കറണ്ട്. അതുപോലെ തന്നെ നിശ്ചിത ഇടവേളകളിൽ കറണ്ടിൻ്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യപ്പെടുന്നു. എങ്ങനെയാണ് ഒരു എ സി കറണ്ടിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതൊരു സൈൻ വേവ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സൈൻ വേവ് ഉപയോഗിച്ചാണ് നമ്മൾ എ സി കറണ്ടിനെ അല്ലെങ്കിൽ വോൾട്ടേജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരേ വേവ് തന്നെയാണ് നമ്മൾ കറണ്ട് റെപ്രസെൻ്റ് ചെയ്യാനും വോൾട്ടേജ് റെപ്രസെൻ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ ടൈം ആക്സിസ്, എക്സ് ആക്സിസ് എന്ന് പറയുന്നതാണ് ടൈം ആക്സിസ്. എക്സ് ആക്സിൽ നമ്മൾ ടൈമും, അതുപോലെ തന്നെ വൈ ആക്സിൽ നമ്മൾ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ്, കറണ്ടോ വോൾട്ടേജോ നമുക്ക് വൈ ആക്സിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് വൈ ആക്സിസ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് വൈ ആക്സിസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു സൈക്കിൾ എന്ന് പറയുന്നത്, എ സിയുടെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു തിരിച്ച് സീറോയിലെത്തുന്ന ഈ 3, അതായത് ഇതിന് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയും, ഇതിന് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയും. അപ്പം ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും കൂടി ചേർന്നതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എ സി കറണ്ടിൻ്റെ ഒരു സൈക്കിളാണ് നമ്മൾ പറയുന്നത്. ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും കൂടി ചേർന്നാണ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ രൂപപ്പെടുന്നത്. നമ്മൾ സാധാരണയായി വീടുകളിൽ ഉപയോഗിക്കുന്ന കറണ്ട് എ സി കറണ്ടാണ്. നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന വൈദ്യുതി എ സി ആണ്. ഇനി എന്താണ് എ സി കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഈ ചാപ്റ്ററിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില ടേംസ് എന്ന് നമുക്ക് പരിചയപ്പെടാം. ഈ ചാപ്റ്ററിൽ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ചില ടേംസ്, എ സിയുമായിട്ട് ബന്ധപ്പെട്ട ചില ടേംസ് ആണ്. ഒന്ന്, ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കറണ്ട് എന്നാൽ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ചാർജിൻ്റെ ഫ്ലോയ്ക്കാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജ് പാസിംഗ് ത്രൂ എ കണ്ടക്ടർ അറ്റ് ദ മൊമെൻറ്റ്. ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിശ്ചിത സമയത്ത് കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജസിൻ്റെ അളവിനാണ് നമ്മൾ ആ സമയത്തെ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് എന്ന് പറയുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജിൻ്റെ അളവാണ് ആ സമയത്തുള്ള അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഒരു സൈക്കിൾ, എ സിയുടെ ഒരു സൈക്കിളാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു എക്സ് ആക്സിസ് നമ്മൾ ടൈമാണ് എടുക്കുന്നത്, ഇവിടെ വൈ ആക്സിസ് നമ്മൾ കറണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കുക, ടൈം 1 സെക്കൻഡ് ആയിരിക്കുന്ന സമയത്ത് കറണ്ടിൻ്റെ വാല്യൂ ആണ് ഞാനിവിടെ I1 എന്ന് കാണിച്ചിരിക്കുന്നത്. ഇനി 2 സെക്കൻഡ് ആയപ്പോൾ അതിൻ്റെ വാല്യൂ I2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെ സെക്കൻഡിലുള്ള വാല്യൂ, കണ്ടിന്യൂസ് ആയിട്ട് ടൈം മാറുന്നതിനനുസരിച്ച് എ സിയുടെ അതായത് സീറോയിൽ നിന്ന് ഈ വാല്യൂ ഇൻക്രീസ് ചെയ്തൊരു മാക്സിമത്തിലെത്തുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു, സീറോയിലേക്ക് എത്തുന്നു. ദെൻ നെഗറ്റീവ് സൈഡിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു നെഗറ്റീവ് മാക്സിമത്തിലെത്തുന്നു. അതിനുശേഷം വീണ്ടും സീറോയിലെത്തുന്നു. ഇതാണ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ഓരോ ടൈമിലും കറണ്ടിൻ്റെ വാല്യൂ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ടൈമിൽ, ഇപ്പോൾ ഫസ്റ്റ് ടൈം ഇൻസ്റ്റൻറ്റിലെ കറണ്ടിനെ നമ്മൾ I1 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. സെക്കൻഡ് ടൈം അല്ലെങ്കിൽ ടൈം 2 ആയിരിക്കുന്ന സമയത്ത് എന്താണ് I2, I3, I4 എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ടൈമിലും കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് എന്ന് പറയുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടൈം ഇൻസ്റ്റൻറ്റ് 1 സെക്കൻഡ് ആണെങ്കിൽ ആ സമയത്തുള്ള കറണ്ട് അത് എന്താണ്, ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടാണ്. ഇനി നമ്മൾ 5th സെക്കൻഡാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അപ്പോഴുള്ള ടൈം നമുക്ക് ആ ഇൻസ്റ്റൻറ്റിലെ കറണ്ടാണെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റിലെ കറണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് എന്ന് പറയുന്നത്. ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് നമുക്ക് കാണാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് I is equal to I0 sin omega t. I0 sin omega t. ഇവിടെ I0 എന്ന് പറയുന്നത് കറണ്ടിന് വരാവുന്ന മാക്സിമം വാല്യൂ ആണ്. ഇവിടുത്തെ ഈ പീക്ക് വാല്യൂ ഇത് നോക്കുക, ഇവിടെ 6th സെക്കൻഡിലാണ് ഇവിടെ മാക്സിമം വാല്യൂ വന്നിരിക്കുന്നത്. അപ്പോഴുള്ള കറണ്ടിൻ്റെ വാല്യൂ ആണ് ഇവിടുത്തെ പീക്ക് വാല്യൂ. അതിനാണ് നമ്മൾ I0 നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം കറണ്ടാണ് I0 എന്ന് പറയുന്നത്. ദെൻ സൈൻ ഒമേഗ ടി. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസിയാണ്. ഒമേഗ ടി ഇൻറ്റു എന്ന് പറയുന്നത്, അത് ടി എന്ന് പറയുന്ന ടൈമാണ് നമുക്കറിയാം. ഒമേഗ ടി എന്ന് പറയുന്ന ഈ ടൈമിനെ നമ്മൾ ഫേസ് ഓഫ് എ സി എന്നാണ് നമ്മൾ പറയുന്നത്.
എ സി കറണ്ടിൻ്റെ ഫേസ് എന്ന് പറയും. എന്താണ് ഫേസ് എന്നുള്ളത് നമ്മൾ പിന്നീട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഇപ്പോൾ നമ്മൾ ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് I = I0 sin ωt ആണ്. അതിൽ I0 എന്ന് പറയുന്നത് പീക്ക് കറണ്ട് അല്ലെങ്കിൽ മാക്സിമം കറണ്ടാണ്. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി ആണ്. ഒമേഗ ഇൻറ്റു ടി എന്ന് പറയുന്ന ടേമിനെ നമ്മൾ ഫേസ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ്? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിലെ അല്ലെങ്കിൽ ഒരു ടൈം ഇൻസ്റ്റൻറ്റിലെ ആ വോൾട്ടേജിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വേരിയിങ് വോൾട്ടേജ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ്. നമുക്ക് അതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മൾ വൈ ആക്സിൽ നമ്മളുടെ വോൾട്ടേജ് റെപ്രസെൻറ്റ് ചെയ്താൽ ഓരോ ടൈം ഇൻസ്റ്റൻറ്റിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ആയിരിക്കും ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് അതിന് ഇൻസ്റ്റൻറ്റേനിയസ് EMF എന്നും നമ്മൾ പറയാറുണ്ട്. ഇൻസ്റ്റൻറ്റേനിയസ് EMF എന്ന് പറഞ്ഞാലും ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ EMFൻ്റെ ടേമിലാണ് നമ്മൾ പറയുന്നത്. E = E0 sin ωt. E0 എന്ന് പറയുന്നത് പീക്ക് വോൾട്ടേജ് അല്ലെങ്കിൽ മാക്സിമം വോൾട്ടേജ് ആണ്. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി ആണ്. നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ഒരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റിലെ വോൾട്ടേജ് അല്ലെങ്കിൽ EMFന് നമ്മൾ പറയുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് EMF. Then peak value or amplitude. The maximum value attained by an alternating current during one cycle is called its peak value. It is also known as the maximum value or amplitude or crest value. അപ്പോൾ ഇതിന് 3 പേരുകളുണ്ട്. മാക്സിമം വാല്യൂ എന്നറിയപ്പെടുന്നുണ്ട്, മാക്സിമം വാല്യൂ എന്നറിയപ്പെടുന്നുണ്ട്, ആംപ്ലിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നുണ്ട്, ക്രസ്റ്റ്. ഇതെല്ലാം പീക്ക് വാല്യൂവിൻ്റെ മറ്റ് പേരുകളാണ്. മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മാക്സിമം കറണ്ട് അല്ലെങ്കിൽ മാക്സിമം വോൾട്ടേജ് നമ്മൾ പറയും, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും, അല്ലെങ്കിൽ ക്രസ്റ്റ്. നമ്മൾ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞതാണ് എന്താണ് ക്രസ്റ്റ് എന്താണ്, ട്രഫ് എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പം ഇവിടെ ക്രസ്റ്റ് എന്ന് പറയുന്നതും എന്താണ് അതിൻ്റെ പീക്ക് വാല്യൂ തന്നെയാണ്. നോക്കാം, ഇവിടെ നമ്മൾ ഒരു സൈൻ വേവ് കാണിച്ചിരിക്കുന്നു. സൈൻ വേവിലെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ്. ഇതാണ് ഇതിൻ്റെ മാക്സിമം കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഏതായാലും അതിന് വരാവുന്ന മാക്സിമം വാല്യൂ ആണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഇതായിരിക്കും ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് പീക്ക് വോൾട്ടേജ് അല്ലെങ്കിൽ പീക്ക് കറണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത്. Mean value or average value. The average value of all instantaneous values of current or EMF in one half cycle is called average value or mean value. നമ്മൾ പറഞ്ഞു ഓരോ ഇൻസ്റ്റൻറ്റിലും കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് അതിൻ്റെ വാല്യൂ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലുമുള്ള ആ വാല്യൂസിനെ എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആവറേജ് മീൻ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇതാണ് മീൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കറണ്ടിൻ്റെ മീൻ വാല്യൂ കാണാം, അല്ലെങ്കിൽ വോൾട്ടേജ് EMFൻ്റെ മീൻ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കും. ഇവിടെ നമ്മൾ കറണ്ടിൻ്റെ മീൻ വാല്യൂ കാണുന്നത് എങ്ങനെയാണ്? I mean = ഇൻസ്റ്റൻറ്റേനിയസ് ഫസ്റ്റ് ഇൻസ്റ്റൻറ്റ്, അതായത് I1, സെക്കൻഡ് ഇൻസ്റ്റൻറ്റ് I2. ഇങ്ങനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടുകളുടെ സമ്മ്. ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടുകളുടെ സം ഡിവൈഡ് ബൈ എത്ര കറണ്ടാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ നമ്പർ ഓഫ് അതിനോട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് I mean = I1 + I2 + IN / N എന്ന് നമുക്ക് എടുക്കാം. മീൻ വാല്യൂ ഓർ ആവറേജ് വാല്യൂ ഓഫ് AC ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ ഈസ് 0. ഒരു കംപ്ലീറ്റ് സൈക്കിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മീൻ വാല്യൂവിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ഹാഫ് സൈക്കിളിലെ കേസാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഹാഫ് സൈക്കിളിൽ ആണ് നമ്മളിവിടെ മീൻ വാല്യൂ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ് സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ മീൻ വാല്യൂവിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓർ RMS വാല്യൂ. നമ്മൾ പറഞ്ഞു AC-യുടെ വാല്യൂ കണ്ടിന്യൂസ് ആയി ചേഞ്ച് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ AC-യുടെ വാല്യൂ കൃത്യമായി നമുക്ക് മെഷർ ചെയ്യാൻ സാധ്യമല്ല. ഓരോ ഇൻസ്റ്റൻറ്റിലും അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മെഷർ ചെയ്യുന്ന ഓരോ ഇൻസ്റ്റൻറ്റിലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്കതിനെ മെഷർ ചെയ്യാൻ സാധിക്കത്തില്ല. ഓരോ ഇൻസ്റ്റൻറ്റിലും വാല്യൂസ് വേരി ചെയ്യുകയാണ്. ഒരു സൈക്കിൾ എന്നത് അങ്ങനെയെങ്കിൽ ഒരു സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ്. ഒരു സൈക്കിൾ AC-യുടെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കുറേ പോസിറ്റീവ് വാല്യൂകളുടെയും അതുപോലെ തന്നെ കുറേ നെഗറ്റീവ് വാല്യൂസിൻ്റെയും ഒരു സെറ്റായിരിക്കും. അപ്പോൾ ഒരു സൈക്കിളിലെ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് കൃത്യമായി നമുക്ക് മെഷർ ചെയ്യാൻ അമ്മീറ്റർ അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് സാധിക്കും. നമുക്കറിയാം അമ്മീറ്റർ ഉപയോഗിച്ച് നമുക്ക് കറണ്ട് മെഷർ ചെയ്യാമെന്ന് പഠിച്ചു. വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് നമുക്ക് വോൾട്ടേജ് മെഷർ ചെയ്യാമെന്ന് നോക്കും. എന്നാൽ AC-യിൽ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ടും വോൾട്ടേജും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അമ്മീറ്റർ ഉപയോഗിച്ചോ വോൾട്ട് മീറ്റർ ഉപയോഗിച്ചോ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാല്യൂ ആണ് RMS വാല്യൂ. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ നമുക്ക് പെട്ടെന്ന് മെഷർ ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ RMS വാല്യൂ ആണ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് RMS വാല്യൂ എന്ന് നമുക്ക് നോക്കാം. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ.
അപ്പോൾ നമ്മളിത് പറഞ്ഞിരിക്കുന്നത് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് എ സി വോൾട്ടേജ് ഓഫ് എ സി കറണ്ട് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ മീൻ വാല്യൂ ഓഫ് ദ സ്ക്വയേർഡ് വാല്യൂസ് ഓഫ് ദ വോൾട്ടേജസ് ടേക്കൺ ഓവർ ആൻ ഇൻ്റർവൽ. ഒരു ഇൻ്റർവെല്ലിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസിൻ്റെ എല്ലാം കൂടെ മീൻ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് മീൻ വാല്യൂസ് ഓഫ് സ്ക്വയേർഡ് വാല്യൂസ്, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂകളുടെ സ്ക്വയറിൻ്റെ മീൻ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: the root mean square value of AC voltage is the square root of mean value of the squared values of the voltages taken over an interval. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു ഇതാണ് പീക്ക് വാല്യൂ എന്ന് പറയുന്നത്, ഇതാണെന്ന് പറഞ്ഞു മാക്സിമം വാല്യൂ, അതാണ് പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. പീക്ക് വാല്യൂവിനേക്കാളും കുറവായിരിക്കും അതിൻ്റെ RMS വാല്യൂ എന്ന് പറയുന്നത്. പീക്ക് വാല്യൂവിനേക്കാളും കുറവായിരിക്കും RMS വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇത് തമ്മിലുള്ള ഒരു റിലേഷനാണ് പറഞ്ഞിരിക്കുന്നത്. VRMS ഇസ് ഈക്വൽ ടു, അതായത് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഇസ് ഈക്വൽ ടു 0.7 ഇൻറ്റു പീക്ക് വാല്യൂ. പീക്ക് വാല്യൂവിൻ്റെ എത്രയായിരിക്കും? 0.7 മടങ്ങ് ആണ് അതിൻ്റെ എന്തായിരിക്കും RMS വാല്യൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വി പീക്ക് ഇസ് ഈക്വൽ ടു പീക്ക് വാല്യൂ, വോൾട്ടേജ് ഓഫ് പീക്ക് വാല്യൂ ഇസ് ഈക്വൽ ടു 1.4 ഇൻറ്റു RMS വാല്യൂ. അപ്പം വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 1.4 ഇൻറ്റു RMS വാല്യൂ ആയിരിക്കും. ഇനി ഇതെങ്ങനെയാണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്? സ്ക്വയർ ഓൾ ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ്. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസിനെ എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വാല്യൂ നമ്മൾ I1 എന്നാണെങ്കിൽ I1 ഇത് നോക്കുക. നമുക്ക് ഇവിടെ I1, I2, I3, IN എന്ന് പറയുന്ന വാല്യൂസാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം I സ്ക്വയർ കണ്ടുപിടിക്കും, I1 സ്ക്വയർ കണ്ടുപിടിക്കുന്നു, I2 സ്ക്വയർ കണ്ടുപിടിക്കുന്നു, I3 സ്ക്വയർ, I4 അങ്ങനെ IN സ്ക്വയർ വരെ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് ദെൻ ഫൈൻഡ് ദ ആവറേജ് ഓർ മീൻ വാല്യൂ ഓഫ് ദ സ്ക്വയേഴ്സ്. ഒരു കംപ്ലീറ്റ് സൈക്കിളിലെ ഇവയുടെ സ്ക്വയർ വാല്യൂസിൻ്റെ എല്ലാം കൂടെ മീൻ വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ മീൻ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? I സ്ക്വയറും I1 സ്ക്വയർ, I2 സ്ക്വയർ, I3 സ്ക്വയർ നമ്മളിപ്പോൾ ആദ്യം ഇതിനെല്ലാം സ്ക്വയർ ചെയ്തു. ദെൻ അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ മീൻ വാല്യൂ കണ്ടുപിടിക്കും. ഇനി നമ്മൾ ചെയ്യുന്നത് ഫൈനലി ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് ആവറേജ്. നമ്മൾ കണ്ടുപിടിച്ച ഈ ആവറേജിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ RMS വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ RMS വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസിനെ എല്ലാം കൂടെ സ്ക്വയർ ചെയ്യണം. അതിനുശേഷം അതിൻ്റെ മീൻ വാല്യൂ കണ്ടുപിടിക്കണം. മീൻ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ RMS വാല്യൂ കണ്ടുപിടിക്കുന്നത്. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് AC സിഗ്നൽ ഈസ് ഈക്വൽ ടു 1/2 ടൈംസ് ദ പീക്ക് വാല്യൂ ഓഫ് AC. അതാണ് നമ്മൾ തൊട്ട് മുമ്പിൽ പറഞ്ഞ 0.7 ഇൻറ്റു എന്ന് പറഞ്ഞു. അതായത് 1/√2 ഇൻറ്റു I0. ഇതാണ് അത് നമ്മളുടെ റിലേഷൻ. IRMS ഈസ് ഈക്വൽ ടു 1/√2 ഇൻറ്റു I0. ഇങ്ങനെ നമുക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ EMF കണ്ടുപിടിക്കാം. EMF കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുന്നത്? ആദ്യമേ ഇൻസ്റ്റൻറ്റേനിയസ് EMFകൾ അല്ലെങ്കിൽ വോൾട്ടേജുകളുടെ എല്ലാം കൂടെ സ്ക്വയർ ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുന്നു. ദെൻ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നു. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് EMF ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് 1/2 ടൈംസ് ദ മാക്സിമം വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് EMF. ഈ RMS ഇസ് ഈക്വൽ ടു 1/√2 ഇൻറ്റു E0. ദെൻ ഫോം ഫാക്ടർ. This is the ratio of RMS value to mean value of AC. ഒരു AC-യുടെ RMS വാല്യൂ അതിൻ്റെയും മീൻ വാല്യൂവിൻ്റെയും റേഷ്യോയ്ക്കാണ് നമ്മൾ ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. ഫോം ഫാക്ടർ ഈസ് ഈക്വൽ ടു IRMS ഡിവൈഡ് ബൈ I mean. കറണ്ടിൻ്റെ കേസിലാണെങ്കിൽ RMS വാല്യൂ ഓഫ് കറണ്ട് ഡിവൈഡ് ബൈ മീൻ വാല്യൂ ഓഫ് കറണ്ട്. ഓർ ഇനി EMFിൻ്റെ കേസിലാണെങ്കിൽ ഈ RMS ഡിവൈഡ് ബൈ E mean. ഇനി ഫോം ഫാക്ടറിൻ്റെ വാല്യൂ എപ്പോഴും 1.11 ആയിരിക്കും. അപ്പം RMS വാല്യൂ ഡിവൈഡ് ബൈ മീൻ വാല്യൂ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.11 ആയിരിക്കും. ഫോം ഫാക്ടർ ഈസ് എ റേഷ്യോ. ഇതൊരു റേഷ്യോയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിന് യൂണിറ്റ് ഇല്ലായിരിക്കും. അപ്പോൾ ഫോം ഫാക്ടറിൻ്റെ വാല്യൂ 1.11 ആണ്. ഫോം ഫാക്ടറിന് യൂണിറ്റ് ഇല്ല. ദെൻ ടൈം പീരീഡ് ഓഫ് AC. ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ബൈ ദ AC ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ. ഒരു സൈക്കിൾ നമ്മൾ ആദ്യത്തെ ടോപ്പിക്കിൽ പറഞ്ഞിരുന്നു. ഒരു AC-യുടെ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും കൂടി ചേർന്നതാണ്. അപ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിന് നമ്മൾ പറയുന്ന പേരാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ T എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. അപ്പോൾ ടൈം പീരീഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ T എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. SI യൂണിറ്റ് ഓഫ് ടൈം പീരീഡ് ഈസ് സെക്കൻഡ്. ടൈം പീരീഡിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡാണ്. ബട്ട് ടൈം പീരീഡ് ഈസ് വെരി ഷോർട്ട്. നമുക്കറിയാം ഒരു സെക്കൻഡിൽ ഒരു സൈക്കിളൊന്നും അല്ല കംപ്ലീറ്റ് ചെയ്യുന്നത്, പല സൈക്കിളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സെക്കൻഡ് സമയമൊന്നും വേണ്ട, വളരെ ചെറിയ സമയം മതി. ടൈം പീരീഡ് ഈസ് വെരി ഷോർട്ട്. സോ കോമൺലി യൂസ് യൂണിറ്റ്സ് ആർ മില്ലി സെക്കൻഡ് ആൻഡ് മൈക്രോ സെക്കൻഡ്.
ടൈം പീരീഡ് സെക്കൻഡാണ് അതിൻ്റെ യൂണിറ്റ് എങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത് കോമൺലി യൂസ് യൂണിറ്റ്സ് ആ മില്ലി സെക്കൻഡ് ആൻഡ് മൈക്രോ സെക്കൻഡ്. മില്ലി സെക്കൻഡും മൈക്രോ സെക്കൻഡുമാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈം പീരീഡിൻ്റെ യൂണിറ്റുകൾ. ദെൻ ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ അളവാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ് കംപ്ലീറ്റഡ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ ഓഫ് കംപ്ലീറ്റ് ചെയ്തു എന്നതാണ് ഫ്രീക്വൻസി എന്ന ടേം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ ഓഫ് AC കംപ്ലീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ എണ്ണമാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിന് F എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി. യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് ആണ്. HZ ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി. ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ് ആർ the inverse of each other. Frequency is equal to 1 by time period ആണ്. Time period is equal to 1 by frequency ആണ്. അപ്പോൾ frequency is equal to 1 by time period is equal to 1 by frequency. ഇനി omega is equal to 2 pi f called angular frequency of AC. നമ്മൾ പറഞ്ഞു ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ ഫ്രീക്വൻസി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒമേഗ is equal to ഒമേഗയും അതായത് ആംഗുലർ ഫ്രീക്വൻസി is equal to എന്താണ് 2 pi f ആംഗുലർ ഫ്രീക്വൻസി എന്നാണ് അറിയപ്പെടുന്നത്. ഒമേഗ ഇസ് ഈക്വൽ ടു 2 pi f എന്ന് പറയുന്നത് AC-യുടെ ആംഗുലർ ഫ്രീക്വൻസി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ എ സെക്കൻഡ്. അതിൻ്റെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ടായി നമ്മൾ ഉപയോഗിക്കുന്ന ചില ടേംസ് ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായി ഇവ നന്നായി മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഈ ടേംസ് യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.